നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തിരിച്ചുകൊണ്ടുവരാൻ ശ്രമം നടത്തുന്നതായി കെ ശൈലജ MLA. രാജവാഴ്ചയും ഫ്യൂഡലാധിപത്യവും മഹത്തരമാണെന്നും ഇന്ത്യൻ പാരമ്പര്യമാണെന്നും വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നു. അത് വിഷലിപ്തവും അപകടകരവുമായ കാലമായിരുന്നെന്നും കെ ശൈലജ. ഗൃഹനാഥനെ വീടിനകത്ത് കയറി തെരുവുനായ ആക്രമിച്ചു. അഗസ്തിക്കോട് അശ്വതി ഭവനിൽ ഷൺമുഖനാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നിലവിൽ വന്നു. സൗത്ത് വോയ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ ആദ്യ പൊതുയോഗം ഇളമ്പള്ളൂരിൽ. 15-അംഗ ഡയറക്ടർ ബോർഡിനെയും തെരഞ്ഞെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നതായി കെ ശൈലജ MLA. രാജവാഴ്ചയും ഫ്യൂഡലാധിപത്യവും മഹത്തരമാണെന്നും ഇന്ത്യൻ പാരമ്പര്യമാണെന്നും വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നെന്നും MLA. ചവറ വികാസ് കലാ സാംസ്കാരിക സമിതിയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ ശൈലജ MLA. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നതായി കെ ശൈലജ MLA. ചവറ വികാസ് കലാ സാംസ്കാരിക സമിതിയുടെ 40-ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ ശൈലജ. രാജവാഴ്ചയും ഫ്യൂഡൽ ആധിപത്യവും മഹത്തരമാണെന്നും ഇന്ത്യൻ പാരമ്പര്യമാണെന്നും വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നു. എന്നാൽ അത് വിഷലിപ്തവും അപകടകരവുമായ കാലമായിരുന്നുവെന്നും കെ ശൈലജ MLA ഓർമ്മിപ്പിച്ചു. 1930-കളിലും 40-കളിലും ഒക്കെ ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു. തെക്കോട്ട് വന്നാൽ തിരുവിതാംകൂർ രാജാക്കന്മാരും വീട്ടിൽ പിള്ളമാരും ഒക്കെയായിട്ടുള്ള ഭരണമാണ്. ഞങ്ങളുടെ നാട്ടിലേക്ക് മലബാറിലേക്ക് വന്നാൽ അവിടെ ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്ന ഭൂസ്വാമിമാരുടെ യജമാനൻ എന്ന് വിളിക്കുന്ന വലിയ ഭൂപ്രഭുക്കളുടെ ഭരണമാണ്. അന്ന് ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളുടെയും അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും സ്വന്തമായിട്ട് ഒരു തൊട്ട് ഭൂമി ഉണ്ടായിരുന്നതിന് കൈവശം വെക്കാൻ കുടില് കെട്ടി താമസിക്കുകയായിരുന്നു. പറയാൻ ആളുകളൊന്നും വിചാരിക്കുന്നു. നമ്മുടെ എല്ലാം പഴയ തലമുറ അന്ന് കാണുന്നത് പോലെ വീട്ടിനകത്ത് കയറി കഥകടച്ച് കുറ്റിയിട്ട് കിടക്കാൻ കഴിയുന്നവരായിരുന്നില്ല. 1949 ആരാധനാലയങ്ങൾക്കായി കൊണ്ടുവന്ന നിയമം നിലനിൽക്കണം. പുരോഗമന സമൂഹത്തിൽ പുരോഗമന മനസ്സുള്ളവരായി മാറണമെന്നും MLA കൂട്ടിച്ചേർത്തു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കുറച്ച് സമൂഹത്തെ എല്ലാവരും സമൂഹം നന്നായി കൊള്ളുന്നു. മയക്കുമരുന്ന് പാടില്ല, അല്ലെ, ഭാര്യ ഭർത്താവ് അടി കൂടില്ല. ഇതൊക്കെ തീരുമാനിച്ചാൽ തന്നെ നമ്മുടെ സമൂഹം എത്ര മെച്ചപ്പെടും. ഡോക്ടർ SS താര പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് ശൈലജ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സ്മിത A ഭദ്രൻ, അമൃത ഭനു, ധന്യ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് CN ശ്രീകണ്ഠൻ നായർ നാടകോത്സവത്തിനും തുടക്കമായി. നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം, മായാവി, മറഡോണ എന്നീ നാടകങ്ങൾ അവതരിപ്പിച്ചു. ചിത്രപ്രദർശനവും ഇതോടനുബന്ധിച്ച് നടത്തും. 23-ന് തഴവ പാവുമ്പ ഗവൺമെന്റ് ഹൈസ്കൂൾ അവതരിപ്പിക്കുന്ന കെണി, പാവുമ്പ അമൃത UPS അവതരിപ്പിക്കുന്ന ഉണ്ണിക്കുട്ടന്റെ പുസ്തകങ്ങൾ എന്നീ നാടകങ്ങളും അവതരിപ്പിക്കും. 24-ന് വൈകിട്ട് 7:30-ന് വികാസ് അവതരിപ്പിക്കുന്ന നാടകം കുമ്പാര സംഭവം. 25-ന് കുടുംബമേള. 26-ന് വൈകിട്ട് 6-ന് സാംസ്കാരിക സമ്മേളനം M മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ചവറ. സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് സ്ത്രീയടക്കം 4 പേർക്ക് പരിക്കേറ്റു. കടക്കലിനടുത്തായിരുന്നു അപകടം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് പ്രാഥമിക വിവരം. കടക്കൽ മടത്തറ റോഡിൽ ദർപ്പക്കാട്ട് വെച്ചായിരുന്നു അപകടമുണ്ടായത്. കടക്കൽ മടത്തറ റോഡിൽ ദർപ്പക്കാട്ട് വെച്ചായിരുന്നു അപകടമുണ്ടായത്. ഇരുചക്രവാഹനത്തിൽ സഞ്ചരിച്ചിരുന്നവർ കൂട്ടിയിടിയിൽ റോഡിൽ ചിതറിത്തെറിച്ച് വീണു. നാട്ടുകാരുടെ അവസരോചിതമായ രക്ഷാപ്രവർത്തനത്തെ തുടർന്നാണ് ആരുടെയും ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ കാരണം. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. കേരള ട്രോഫി അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റും സംസ്ഥാനതല മത്സരങ്ങൾക്കും തുടക്കമായി. തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര മൈതാനിയിലെ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റ് ജനുവരി 28-ന് സമാപിക്കും. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സംസ്ഥാന താരങ്ങളും വിദേശ താരങ്ങളും പങ്കെടുക്കുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെന്റാണ് കരുനാഗപ്പള്ളി തഴവയിൽ ആരംഭിച്ചത്. എല്ലാ ദിവസവും 2 മത്സരങ്ങൾ വീതമാണ് നടക്കുക. കരുനാഗപ്പള്ളി MLA CR മഹേഷ് ഫുട്ബോൾ താരങ്ങളെ പരിചയപ്പെട്ടു. ജനുവരി 29-ന് പ്രമുഖ സിനിമ TV താരങ്ങൾ പങ്കെടുക്കുന്ന മ്യൂസിക് മെഗാ ഷോയും ലക്കിടിപ്പ് നറുക്കെടുപ്പും നടത്തപ്പെടുമെന്ന് സംഘാടകർ അറിയിച്ചു. ക്ലബ് പ്രസിഡന്റ് അൻവർ ഷാ, സെക്രട്ടറി VP ലീലാകൃഷ്ണൻ, ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ വിൻസ്റ്റൺ ഡാനിയൽ, ഭാരവാഹികളായ അബ്ദുൾ ഷുക്കൂർ, ഷാനവാസ് കൊച്ചുവീട്ടിൽ, സജീവ് മീനത്തെപ്പടിറ്റതിൽ, സലാം മാനുമേൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ഗൃഹനാഥനെ വീട്ടിൽ കയറി തെരുവുനായ ആക്രമിച്ചു. അഗസ്തിക്കോട് അശ്വതി ഭവനിൽ ഷൺമുഖനാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. വീട്ടിനുള്ളിൽ വെച്ച് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഷൺമുഖനെ തെരുവുനായ യാതൊരു പ്രകോപനവും കൂടാതെ ആക്രമിച്ചത്. ഷൺമുഖന്റെ ചെറുവിരൽ നായ കടിച്ചു പറിച്ചു. 9 മണിക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പട്ടി കയറി വന്നത്. ആ സമയത്ത് പട്ടി വീട്ടുകകത്ത് കയറി വന്ന് എന്നെ കടിക്കുകയും പിന്നെ ഫോണിൽ കടിച്ച് പൊറിക്കുകയും ചെയ്തിരുന്നു. വിരൽ 5 സ്റ്റിച്ചുണ്ട്. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് പോയത്. നിലവിളി കേട്ടോടിയെത്തിയ വീട്ടുകാരാണ് നായയുടെ ആക്രമണത്തിൽ നിന്നും ഷൺമുഖനെ രക്ഷപ്പെടുത്തിയത്. കാലിലെ ചെറുവിരലിന് ഗുരുതരമായി പരിക്കേറ്റ ഷൺമുഖനെ ഉടൻ തന്നെ പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് തെരുവുനായയുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. വീട്ടുമുറ്റത്ത് കിടക്കുന്ന ചെരുപ്പുകളും ഉണക്കാനിടുന്ന തുണികളും കൂട്ടമായെത്തുന്ന തെരുവുനായ്ക്കൾ നശിപ്പിക്കുന്നത് പതിവാണ്. തക്കം കിട്ടിയാൽ കോഴികളെയും കൊണ്ടുപോകുമത്രേ. അംഗൻവാടി, LP സ്കൂൾ, ഗ്രന്ഥശാല, ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് തെരുവുനായകളുടെ ആക്രമണം എന്നതിനാൽ പരിസരവാസികളാകെ ഭീതിയിലാണ്. സമീപത്ത് കാടുമൂടിക്കിടക്കുന്ന ഗ്രാമപഞ്ചായത്ത് ചിൽഡ്രൻസ് പാർക്കിനായി വാങ്ങിയ സ്ഥലം തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറുകയാണ്. ഈ സ്ഥലത്ത് ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിച്ച് തെരുവുനായ്ക്കളുടെ ശല്യം കുറയ്ക്കണമെന്ന് നാട്ടുകാർ ആവശ്യവും ഉയർത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബ് ഓർമ്മ ക്ലിനിക് പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ C. ജോൺ പണിക്കർ ആദ്യ പ്രഭാഷണം നടത്തി. ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്മർദ്ദവും മാനസിക പിരിമുറുക്കവും മലയാളികൾക്കാണെന്ന് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ C. ജോൺ പണിക്കർ അഭിപ്രായപ്പെട്ടു. ഉറക്കവും സമ്മർദ്ദവും എന്ന വിഷയത്തിന്റെ വിവിധ വശങ്ങൾ സ്പർശിച്ച് ആധുനിക മലയാളികളുടെ നിത്യജീവിതത്തിലെ വിവിധ പ്രയാസങ്ങൾ ഡോക്ടർ ജോൺ C. പണിക്കർ ചൂണ്ടിക്കാട്ടി. സമ്മർദ്ദവും പിരിമുറുക്കവും ഉറക്കത്തെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് G. സത്യബാബു അധ്യക്ഷനായിരുന്നു. കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിന്റെ വലിയ ടെൻഷനുകളും വലിയ കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കുന്ന അവസ്ഥയിൽ ശരീരത്തിനുണ്ടാകുന്ന സെല്ലുകൾക്കുണ്ടാകുന്ന നാശത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് സ്മൃതിനാശം. പലപ്പോഴും നമ്മുടെ വീടുകളിൽ തന്നെ പല ജോലിയിൽ വ്യാപൃതരായിരിക്കുമ്പോൾ അത് പകുതി വഴിക്ക് വെച്ചിട്ട് മറ്റ് പല ജോലികളിലേക്കും പോകും. ക്ലബ് സെക്രട്ടറി RS ബാബു സ്വാഗതവും NP ജവഹർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുട്ടിയാം. കരുനാഗപ്പള്ളി തൊടിയൂർ NSS കരയോഗം കുടുംബസംഗമവും കരയോഗ ഓഡിറ്റോറിയം ഉദ്ഘാടനവും അവാർഡ് വിതരണവും നടത്തി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് NV അയ്യപ്പൻപിള്ള അവാർഡ് വിതരണം നിർവഹിച്ചു. തൊടിയൂർ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കുടുംബസംഗമവും കരയോഗം ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നടത്തിയത്. SSLC, +2 ഡിഗ്രി ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, PSC പരീക്ഷയിൽ മികച്ച വിജയം നേടി സർക്കാർ ജോലി കരസ്ഥമാക്കിയവർ, ശാസ്ത്ര സാഹിത്യ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ, നാഷണൽ ഗെയിംസ്, ക്രിക്കറ്റ് ടീം എന്നിവിടങ്ങളിൽ ഇടം പിടിച്ചവർ തുടങ്ങിയവർക്കുള്ള അവാർഡുകളാണ് വിതരണം ചെയ്തത്. NSS ട്രഷററും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് NV അയ്യപ്പൻപിള്ള അവാർഡ് വിതരണം നിർവഹിച്ചു. അതിൽ മഹാഭൂരിപക്ഷത്തിലും എന്ത് പ്രയോജനം തിരിച്ചൊന്നും തന്നെ കിട്ടുന്നുണ്ടോ? നാടിന്റെ വികസനം പഴയതുപോലെ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പണ്ട് നമ്മൾ കണ്ട സൗകര്യങ്ങളും അല്ലല്ലോ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത്. റോഡിൻ്റെതായാലും അല്ല ഏത് രംഗത്തിൻ്റെതായാലും. കരയോഗം പ്രസിഡന്റ് തൊടിയൂർ വിജയൻ അധ്യക്ഷത വഹിച്ചു. G. രാമചന്ദ്രൻ പിള്ള, G. വിജയൻ ഉണ്ണിത്താൻ, KS ഭാസ്കരൻ ഉണ്ണിത്താൻ, T. ശ്രീജ, RK വിജയകുമാർ, G. ശങ്കരൻകുട്ടി നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പാലിയേറ്റീവ് പരിചരണ വാരാചരണത്തോടനുബന്ധിച്ച് ഭവന സന്ദർശനം നടത്തി. CR മഹേഷ് MLയുടെ നേതൃത്വത്തിലാണ് ഭവന സന്ദർശനം നടത്തിയത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം, മൗലാന അബ്ദുൽ കലാം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഓച്ചിറ മൗലാന അബ്ദുൽ കലാം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഭവന സന്ദർശനം നടത്തിയത്. പാലിയേറ്റീവ് വാരാചരണ പരിപാടിയോടനുബന്ധിച്ച് CR മഹേഷ് MLയുടെ നേതൃത്വത്തിലായിരുന്നു പാലിയേറ്റീവ് കെയർ രോഗികളുടെ ഭവനം സന്ദർശിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രൈമറി പാലിയേറ്റീവ് കെയറിന്റെയും ഇതിനെല്ലാം നേതൃത്വം വഹിക്കുന്ന ഓച്ചിറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെയും നേതൃത്വത്തിലുള്ള പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനം വളരെ പ്രശംസ അറിയിക്കുന്നതാണ്. കിടപ്പ് രോഗികളായി വീടുകളിൽ കഴിയുന്ന പാവപ്പെട്ട സാധുക്കളായ രോഗികളെ പോയി പരിചരിക്കുകയും അവർക്ക് വേണ്ടുന്ന മരുന്നും ഭക്ഷണവും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുകയും ചെയ്യും. ഇവിടെ ഇപ്പം മൗലാന അബ്ദുൽ കലാം ആസാദ് പാലിയേറ്റീവ് കെയറിന്റെ സഹകരണത്തോട് കൂടിയിട്ട് കിടപ്പ് രോഗികൾ ഉള്ള വീടുകൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ, സാഹചര്യങ്ങളും മരുന്നുകളും ഒക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ള മാതൃകാപരമായ പ്രവർത്തനം ആണ് നടക്കുന്നത്. തുടർന്ന് വൈദ്യപരിശോധനയും നടത്തി. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ, ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ബിനോയ് ഡി രാജ്, ജില്ലാ മാസ് ആൻഡ് മീഡിയം ഓഫീസർ M. ദിലീപ് ഖാൻ, ഹെൽത്ത് സൂപ്പർവൈസർ പ്രദീപ് വാര്യത്ത്,
പബ്ലിക് ഹെൽത്ത് നഴ്സ് സൂപ്പർവൈസർ MA ഷമീന ബീബി, ഹെൽത്ത് ഇൻസ്പെക്ടർ TR മണിലാൽ, G ഹരിതകുമാർ, സ്മിതാദേവി, ജയശ്രീ, വിനു, ജയ ജോർജ്, റാണി തോമസ്, IV സൗമ്യ, IG അമ്പിളി, BS വിനോദ്, അൻസാർ മലബാർ തുടങ്ങിയവർ പങ്കെടുത്തു. രോഗികൾക്ക് ആവശ്യമായ ഭക്ഷ്യക്കിറ്റും മരുന്നുകളും ഉപകരണങ്ങളും നൽകി. ഇത് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹ്യ കേന്ദ്രത്തിന്റെയും പേരിൽ നമ്മൾ പാലിയേറ്റീവ് കെയറിന്റെ ഒരു ദിനാചരണമായി 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെ നടക്കുന്നു. ഒരു വേറിട്ട അനുഭവമാണ് മെഡിക്കൽ ഓഫീസറായ എനിക്ക് അത് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ഒരു 15-ാം തീയതിക്ക് ശേഷം നടത്തിയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബ സംഗമം, വോളണ്ടിയേഴ്സിനുള്ള ട്രെയിനിങ്, ഇതിപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനപ്രതിനിധികളുമായി വരുന്ന ഹോം വിസിറ്റിംഗ്. ഒരു വ്യത്യസ്ത രീതിയിലുള്ള അനുഭവമാണ് മെഡിക്കൽ ഓഫീസറായിട്ട് എനിക്ക് തോന്നുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നിലവിൽ വന്നു. സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ ആദ്യ പൊതുയോഗം ഇളമ്പള്ളൂരിൽ നടത്തി. 15-അംഗ ഡയറക്ടർ ബോർഡിനെയും തെരഞ്ഞെടുത്തു. ഇത്തരത്തിലുള്ള ഓൺലൈൻ സോഫ്റ്റ്വെയർ വഴി നമ്മുടെ കച്ചവടം വിപുലപ്പെടുമ്പോൾ ഇപ്പോൾ ആരംഭിക്കുന്ന നമ്മുടെ സ്റ്റോറുകൾ ഒരു ഡെലിവറി ഹബ്ബായി മാറി വലിയ രീതിയിലുള്ള ബിസിനസ്സിലേക്ക് പോകും എന്നാണെന്നുള്ളതാണ് നമ്മുടെ പ്ലാനിങ്. ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾക്ക് എല്ലാവരുമായ സഹകരണം ഉണ്ടാകും. ഡിജിറ്റൽ ഇന്റർനെറ്റ് വിതരണ രംഗത്ത് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് മുന്നിൽ ഒരു ജനകീയ ബദലായി രാജ്യത്ത് മുന്നേറുന്ന കേരള വിഷൻ കൊല്ലം ജില്ലാ ഡിസ്ട്രിബ്യൂഷന്റെ കമ്പനി നിലവിൽ വന്നു. സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ ആദ്യ പൊതുയോഗം കുണ്ടറ ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തി. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുയോഗം 15-അംഗ ഡയറക്ടർ ബോർഡിനെയും തെരഞ്ഞെടുത്തു. ചെയർമാനായി കുര്യാക്കോസ് വൈദ്യരെയും, മാനേജിംഗ് ഡയറക്ടറായി ബിനു ശിവദാസിനെയും, ഫിനാൻസ് ഡയറക്ടറായി സുരേഷ് ബാബുവിനെയും, P ബിനുവിനെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും യോഗം തെരഞ്ഞെടുത്തു. കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് ആവശ്യമായതെന്തും മികച്ച ക്വാളിറ്റിയും വിലക്കുറവും ഉറപ്പാക്കുന്ന കൺസ്യൂമർ സ്റ്റോറിന്റെ ഉദ്ഘാടനവും നടത്തി. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ കാലം മുതൽ അവന്റെ ജീവിത ചക്രങ്ങളിൽ എവിടെയും അത് അനിവാര്യ ഘടകമായി മാറാൻ പോകുമ്പോൾ അതിനെ കച്ചവടം ചെയ്യാൻ എനിക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാം. അത് മുന്നിൽ കണ്ടിട്ടാണ് കൊല്ലത്ത് പൊതു സംവിധാനത്തിന്റെ ആശയത്തിന് അപ്പുറത്തേക്ക് ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നിട്ടിറങ്ങണമെന്ന് പറഞ്ഞത്. അത് ഏതെങ്കിലും തരത്തിലൊരു സാധനം വിറ്റ് പൈസ ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. വരാൻ പോകുന്ന ഈ മത്സരങ്ങളെ അതിജീവിക്കാൻ അവർ എടുക്കാൻ പോകുന്ന തന്ത്രങ്ങളെ ഒരു മുഴം മുന്നേ നിന്ന തന്ത്രങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് സൗത്ത് സ്റ്റോർ എന്ന പേരിൽ നമ്മൾ ഈ സ്റ്റോറുകൾ തുടങ്ങാൻ തീരുമാനിച്ചത്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കൊല്ലത്തെ ഏതെങ്കിലും തരത്തിലുള്ള ട്രേഡേഴ്സിനെ അവസാനിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ അവരിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മത്സരം ഉണ്ടാക്കുന്ന നമ്മുടെ ലക്ഷ്യം. ഇനിയിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇറക്കുന്ന സാധനങ്ങൾക്ക് നമ്മളോട് മത്സരിക്കാനെങ്കിൽ അവർ കുത്തനെ വില കുറച്ചാൽ പോലും നമ്മൾ ഏതെങ്കിലും തരത്തിൽ വില കുറച്ചവരോട് മത്സരിക്കാൻ തയ്യാറല്ല. ജില്ലയിൽ എല്ലാ കേബിൾ നെറ്റ്വർക്ക് ഏരിയയിലും സൗത്ത് സ്റ്റോർ എന്ന പേരിൽ ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളുടെ സെൻട്രൽ സ്റ്റോറിന്റെ ഉദ്ഘാടനവും നടന്നു. കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ C സുരേഷ് കുമാർ, BS ജ്യോതികുമാർ, ഡയറക്ടർമാരായ ബിനു ഭരതൻ, തോമസ് P ചാക്കോ, മുഹമ്മദ് നവാസ്, VP ബിജു, അനിൽ മണിമന്ദിരം, സംസ്ഥാന കമ്മിറ്റി അംഗം സാജൻ, പ്രൊമോട്ടിംഗ് കമ്മിറ്റി അംഗം താജുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിൽ PB സുരേഷ് ആമുഖ പ്രഭാഷണവും COA ജില്ലാ സെക്രട്ടറി മുരളീകൃഷ്ണൻ സ്വാഗതവും ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ശൂരനാട് പാറക്കടവ് വീട്ടിനാൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രതന്ത്രി വൈക്കം നാഗമ്പൂഴിയിലത്ത് ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഉത്സവം 30-ന് സമാപിക്കും. ശൂരനാട് വടക്ക് പാറക്കടവ് വീട്ടിനാൽ ദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രതന്ത്രി വൈക്കം നാഗമ്പൂഴിയിലത്ത് ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് നടന്നത്. ഇതോടനുബന്ധിച്ച് ഘോഷയാത്രയും നടത്തി. ഇടപ്പനയം കരോട്ട് ദേവി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വീട്ടിനാൽ ദേവീക്ഷേത്രം വരെയായിരുന്നു ഘോഷയാത്ര. തുടർന്നാണ് കൊടിയേറ്റ് നടന്നത്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അഖിൽ, സെക്രട്ടറി പ്രസന്നൻപിള്ള, ഖജാൻജി ശിവകുമാർ, കൺവീനർ രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്ര മേൽശാന്തിമാരായ അനിൽ പോറ്റി, രജീഷ് കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നിരവധി ഭക്തർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശൂരനാട്. കണ്ണനാകുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയിറങ്ങി. ഘോഷയാത്ര, കെട്ടുകാഴ്ച തുടങ്ങിയവയും നടത്തി. ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം 26-ന് നടക്കും. കണ്ണനാകുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടത്തി. വിശേഷാൽ അഭിഷേകം, ഉഷപൂജ, ഭാഗവത പാരായണം, കഞ്ഞിസദ്യ, നടയടയ്ക്കൽ,
കെട്ടുകാഴ്ച വരവ് തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി നടത്തി. ആറാട്ട് ഘോഷയാത്ര, തിരുവാറാട്ട്, ആറാട്ട് വരവ്, കൊടിയിറക്ക്, ആറാട്ട് കലശം എന്നിവയും ഉത്സവത്തിന്റെ ഭാഗമായി നടത്തി. പ്രസിഡന്റ് എ ആനന്ദകുമാർ, വൈസ് പ്രസിഡന്റ് പി ഹരിപ്രസാദ്, സെക്രട്ടറി കെ ബാബു, പി ആർ മീര, സന്തോഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ജനുവരി 26 നടക്കും. ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. പ്രധാന വാർത്തകൾ വീണ്ടും. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തിരിച്ചുകൊണ്ടുവരാൻ ശ്രമം നടത്തുന്നതായി കെ ശൈലജ MLA. രാജവാഴ്ചയും ഫ്യൂഡലാധിപത്യവും മഹത്തരമാണെന്നും ഇന്ത്യൻ പാരമ്പര്യമാണെന്നും വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നു. അത് വിഷലിപ്തവും അപകടകരവുമായ കാലമായിരുന്നെന്നും കെ ശൈലജ. ഗൃഹനാഥനെ വീടിനകത്ത് കയറി തെരുവുനായ ആക്രമിച്ചു. അഗസ്തിക്കോട് അശ്വതി ഭവനിൽ ഷൺമുഖനാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നിലവിൽ വന്നു. സൗത്ത് വോയ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ ആദ്യ പൊതുയോഗം ഇളമ്പള്ളൂരിൽ. 15 അംഗ ഡയറക്ടർ ബോർഡിനെയും തെരഞ്ഞെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കേരള വിഷന്റെ കൊല്ലം ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും ജനുവരി 30 ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതിനു മുന്നോടിയായി കൊല്ലം ജില്ലയിലെ കേരള വിഷന്റെ 3.5 ലക്ഷം ഉപഭോക്താക്കൾ ഗുണകരമാകുന്ന 20-ലധികം കൺസ്യൂമർ സ്റ്റോറുകളും 30-ലധികം സെയിൽസ് കൗണ്ടറുകളും ജില്ലയിൽ തുറക്കുന്നു. ഇതിന്റെ ആദ്യഘട്ടമായി സെൻട്രൽ സ്റ്റോറായ സൗത്ത് സ്റ്റോറിന്റെ ഉദ്ഘാടനം ജനുവരി 20 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കുണ്ടറ ഇളമ്പള്ളൂർ കേരള വിഷൻ അനക്സിൽ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീ പി സുരേഷ് കുമാർ നിർവഹിക്കും. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററിൽ നിന്നും ചോദിച്ചറിയുക. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം.